കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ, തിരുവചനം പഠിക്കുവാൻ ഒരവസരം കൂടി ദൈവമായ കർത്താവ് നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വവും സ്തുതിയും കരയറ്റുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് യൂദ എഴുതിയ ലേഖനം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ആ ലേഖനത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം, അത് പഠിപ്പിക്കുന്ന ഗുണപാഠങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഏത് രീതിയിൽ ഈ പശ്ചാത്തലത്തിൽ അതിനെയൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ മുന്നറിയിപ്പുകളെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ അനുസരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ യൂദയുടെ ലേഖനത്തിൽ നിന്ന് പഠിക്കാൻ ദൈവം സഹായിച്ചു. ഇന്നു മുതൽ യോഹന്നാന്റെ സുവിശേഷമാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പര ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നാം നടത്തിയിട്ടുണ്ട്. എങ്കിലും അത് എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനിയുമുള്ള ആഴ്ചകളിൽ വ്യാഴാഴ്ച ദിവസം ഈ സമയത്ത് നാം ഒരുമിച്ച് യോഹന്നാന്റെ സുവിശേഷം മുഴുവനായി പഠിക്കുക എന്നതാണ് ചിന്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്ലാസ് മുതൽ ഈ സുവിശേഷത്തിൻ്റെ അധ്യായങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട മൂലപദങ്ങൾ, അതിൻ്റെ അർത്ഥം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയുള്ള പഠനമായിരിക്കും ഒരുമിച്ച് പഠിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷം ഉള്ളപ്പോൾ തന്നെ നാലാമത്തെ സുവിശേഷമായി യോഹന്നാന്റെ സുവിശേഷവും തിരുവചനത്തിൽ ഉണ്ട്. ആദ്യ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് വിളിക്കുന്നത്. ആ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉപമകള്, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകള്, ഉപദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷകർ പല കാര്യങ്ങളും പരസ്പരം അറിയാതെ തന്നെ അവരുടെ എഴുത്തുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ സംഭവങ്ങൾ ഒരുമിച്ച് ചേർത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷവും അദ്ദേഹത്തിൻ്റെ രചനയിൽ ദൈവശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ ക്രിസ്തുശാസ്ത്രപരമായിട്ടും ഉന്നതമായ പഠിപ്പിക്കലുകളാണ് നൽകുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനമായും ഇതിൻ്റെ ആമുഖം ചിന്തിക്കാനായിട്ടാണ് താല്പര്യമുള്ളത്. അടുത്ത ക്ലാസ് മുതലാണ് 1-ാം അധ്യായം പഠിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം, ഇത് വലിയ ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾക്കുള്ള വേദി അല്ല എന്നുള്ളത് കൊണ്ട് ചെറിയ വിവരണങ്ങൾ, അത് എന്നെഴുതി, ആരെഴുതി, എവിടെ വെച്ചെഴുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിലുള്ള വിവരണങ്ങൾ മാത്രം പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ ഈ സുവിശേഷത്തിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ യോഹന്നാൻ, അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാനാണ് ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ എന്ന്
വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ സുവിശേഷത്തെ കൂടാതെ യോഹന്നാൻ 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ ഇതിന്റെ എഴുത്തുകാരനായിരിക്കുന്നു. യോഹന്നാൻ അദ്ദേഹത്തെ തന്നെ ഈ സുവിശേഷത്തിൽ വിളിച്ചിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ. 13:23, 19:26, 20:2 തുടങ്ങിയ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ റഫറൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംബോധന നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. യോഹന്നാൻ അദ്ദേഹത്തെ തന്നെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ, അതായത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് ആദിമസഭ വിശ്വസിച്ചിരുന്നു. അവരുടെ ഇടയിൽ ആ ചിന്തയ്ക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ല. ആദിമസഭ യോഹന്നാന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് യോഹന്നാന്റെ ശിഷ്യനായിരുന്ന പോളികാർപ്പിന്റെ ശിഷ്യനായ ഐറേനിയസ് എന്ന് പറയുന്ന സഭാപിതാവ് യോഹന്നാന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അംഗീകരിക്കുന്നു. അതുകൂടാതെ അലക്സാൻഡ്രിയയിലെ ക്ലെമന്റും ഈ ഗ്രന്ഥകർത്തൃത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ആദിമസഭ ഈ യോഹന്നാൻ എന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അംഗീകരിക്കുന്നു. അതിനെക്കുറിച്ച് ചോദ്യങ്ങളോ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും കാര്യമായി അവരുടെ ഇടയിൽ ഇല്ല. എന്നാൽ പിന്നീട് പല വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളുടെ വിശദമായ ചർച്ചയേക്കാൾ ഉപരി യോഹന്നാൻ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ ആധികാരികമായ പഠനമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായ തർക്കങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ യോഹന്നാൻ, അതായത് യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ, ഈ സുവിശേഷം എഴുതി എന്നതിന് ഉള്ള ഒരു തെളിവാണ് ആദിമ കാലത്തെ ഈ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം. അതിനെ എക്സ്റ്റേണൽ എവിഡൻസ് എന്നാണ് പറയുന്നത്. ഇന്റേണൽ നോക്കുമ്പോഴും യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ ഇത് എഴുതി എന്ന് വിശ്വസിക്കുന്നതിന് തടസ്സങ്ങളില്ല. ഈ സുവിശേഷം അദ്ദേഹം എഴുതിയത് തന്നെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു. അതിൽ പ്രധാനം കാലത്ത് വന്ന ദുരുപദേശം യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും ദൈവത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന അപകടകരമായ ദുരുപദേശത്തെ നേരിടുകയും ആ ദുരുപദേശങ്ങൾക്ക് ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ കൊണ്ടും ജീവിത മാതൃക കൊണ്ടും അദ്ദേഹം മറുപടി പറയുന്നതായിട്ട് ഈ സുവിശേഷവും ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ച് കാര്യമായ അഭിപ്രായ ഭിന്നത ഇല്ല. ഇനിയും ഈ സുവിശേഷം അദ്ദേഹം എഴുതുമ്പോഴുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിന്റെ 20-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ സുവിശേഷം യോഹന്നാൻ എഴുതിയിരിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 31-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുക,
അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. അതുപോലെ തന്നെ സൺ ഓഫ് ഗോഡ്, നിത്യജീവൻ നൽകുന്നു. യേശു മശിഹ ദൈവപുത്രൻ. അപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനെ നൽകുന്നു എന്ന് വിശ്വസിക്കേണ്ടതിനാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ആ പറഞ്ഞ വാക്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കുക എന്നത് ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാര് കൂടുതൽ വിശ്വസിക്കുകയും കൂടുതൽ ആത്മാർത്ഥതയോടെ ദൈവത്തോട് അടുത്ത് ജീവിച്ച് കൂട്ടായ്മ പുലർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയും ഇത് എഴുതിയിരിക്കുകയാണ്. വിശ്വസിക്കുകയും ദൈവം പറഞ്ഞ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോട് കൂട്ടായ്മ പുലർത്തി സമാധാനം ആചരിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായ മാതൃകാപരമായ സൗമ്യതയുടെ ജീവിതം നയിക്കുന്നതിന് കൂടി ഈ സുവിശേഷം യോഹന്നാൻ എഴുതിയപ്പോൾ അതിന്റെ പിന്നിലെ ഉദ്ദേശമായി നിലനിൽക്കുന്നു. അപ്പം പ്രധാന ഉദ്ദേശം യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കാൻ ക്രിസ്തുവിനെ അനുസരിക്കുകയും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ പിന്തുടരുകയും ചെയ്യുന്ന ജീവിതം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില പ്രത്യേക പഠിപ്പിക്കലുകൾ ഉണ്ട്. മറ്റുള്ള 3 സുവിശേഷത്തിൽ ഇല്ലാത്തതായ ചില കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കാണുന്നു. അതിൽ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം എന്നതിന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അടയാളം എന്നാണ്. 7 അടയാളങ്ങൾ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. മുമ്പ് ഒരു ബൈബിൾ ക്ലാസ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൂമിലൂടെ നടത്തിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ആ ഭാഗങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിൽ അത് പറഞ്ഞു പോകാം. എന്തുകൊണ്ട് യോഹന്നാൻ അടയാളം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ വിവരണങ്ങൾ നൽകാൻ ആഗ്രഹിക്കും. അടയാളങ്ങൾ 7, അതുപോലെ തന്നെ വെളിപ്പെടുത്തലുകൾ 7, ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്, ഞാനാകുന്നു എന്നുള്ള ആ പ്രഖ്യാപനം അത് 7, പിന്നെ യേശുക്രിസ്തുവിന്റെ ആ ഉയർപ്പ്, സ്വർഗാരോഹണം, ഇവയൊക്കെ ക്രിസ്തു ദൈവപുത്രൻ അല്ലെങ്കിൽ മെശിഹ എന്ന് തെളിയിക്കുന്നതിന് മതിയായതാകുന്നു എന്ന് യോഹന്നാൻ തന്റെ എഴുത്തിലൂടെ സ്ഥാപിക്കുകയാണ്. അപ്പൊ ആ എഴുത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ വ്യക്തിത്വത്തിന് ഒക്കെ എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ദുരുപദേശങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണം എന്നുകൂടി ഒരാഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ എഴുത്ത് ശരിയായി പഠിക്കുമ്പോൾ ഓരോ ഭാഗത്തും യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിലൂടെ വ്യക്തമാണ്. അത്ഭുതങ്ങളുടെ കാര്യം അല്ലെങ്കിൽ അടയാളങ്ങളുടെ കാര്യം പറയുമ്പോൾ, വെളിപ്പെടുത്തലുകളുടെ കാര്യം, ഐ ആം സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ റിസറക്ഷനെ കുറിച്ചും അസെൻഷനെ കുറിച്ചും ഒക്കെ പറയുന്നതിന്റെ പിന്നിൽ ഈ ഒരു ലക്ഷ്യം കാണാം. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കാനും ക്രിസ്തു ദൈവപുത്രനെന്നും മശിഹയെന്നും വിശ്വസിക്കുന്നതിനു വേണ്ടിയും ഈ പല എഴുത്തുകള്
ശക്തമായ ആഹ്വാനം നൽകുന്നു. ഇനി ഇതിന്റെ പ്രധാനമായ ഡിവിഷൻസ് നോക്കുമ്പോൾ അധ്യായം 1 മുതൽ 12 വരെയുള്ളിടത്ത് യേശുവിന്റെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ യേശുവിന്റെ ഇൻകാർണേഷനും പബ്ലിക് മിനിസ്ട്രിയുമാണ് കാണുന്നത്. 1 മുതൽ 12 വരെ ഇൻകാർണേഷൻ ഉണ്ട്, പബ്ലിക് മിനിസ്ട്രി ഉണ്ട്. 13 മുതൽ 21 വരെ ന്യൂ കവനന്റ് പീപ്പിൾ. അതിനകത്ത് തന്നെ 13 ലാസ്റ്റ് സപ്പർ ഉണ്ട്, ലാസ്റ്റ് ഡിസ്കോഴ്സസ് ഉണ്ട്, ഫൈനൽ പ്രയർ വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്, പിന്നെ ക്രൂശുമരണം, ഉയർപ്പ്. ഇത്രയും കാര്യങ്ങളാണ് 13 മുതൽ 21 വരെ ഉള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13, 14, 16, 15, 16 തുടങ്ങിയ അധ്യായങ്ങളിലെ വിവരണങ്ങളാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ പ്രധാനമായും 7 ഫീച്ചേഴ്സ് കാണുന്നു. അതിലെ ആ എഴുത്തിലെ പ്രധാന ഉദ്ദേശം, ഒന്ന്, ജീസസ് ആസ് ദ സൺ ഓഫ് ഗോഡ്, യേശു ദൈവപുത്രൻ എന്ന് തെളിയിക്കുക. യേശു കർത്താവിന്റെ ഇൻകാർണേഷനോടുള്ള ബന്ധത്തിൽ യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് അവതരിപ്പിക്കുകയാണ്. പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവവുമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മാതൃകാപരമായി മനുഷ്യത്വത്തോടുകൂടി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം ക്രിസ്തുവിന്റെ ജീവിതം എന്ന് യോഹന്നാൻ സ്ഥാപിക്കുന്നു. അപ്പൊ മനുഷ്യത്വം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കും. സ്നേഹം, അത് നിർവ്യാജമായ സ്നേഹം, പ്രതിഫലേച്ഛ കൂടാതെയുള്ള സ്നേഹം, അതെന്താകുന്നു എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ, പഠിപ്പിക്കലുകള്, സഹകരണം, അവിടുത്തെ ദയ, വിശ്വസ്തത, പരോപകാരം തുടങ്ങിയ കാര്യങ്ങളിലൂടെ യോഹന്നാൻ വായനക്കാരെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ എല്ലാം അദ്ദേഹം സ്ഥാപിക്കുന്നു യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം, പ്രവൃത്തിയുടെ മഹത്വം, അതിന്റെ ധാർമ്മികത, അതിന്റെ എത്തിക്സ്, അതിന്റെ സത്യസന്ധത, ഇതെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് വിശ്വസിക്കുക എന്ന ആഹ്വാനം, അതിനെ നന്നായിട്ട് ഈ സുവിശേഷത്തിലുണ്ട്. വിശ്വസിക്കുക എന്ന ആഹ്വാനം, യേശുവിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ യേശുവിനോടുള്ള ബന്ധത്തിൽ സമ്പൂർണമായ സമർപ്പണമുള്ള ജീവിതം ഉണ്ടാകുക. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ വിശ്വസിക്കുക, ഉപദേശത്തിൽ വിശ്വസിക്കുക, ക്രിസ്തുവിന്റെ ഹിതങ്ങളിൽ വിശ്വസിക്കുക. അതല്ലാതെ ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന ദാനങ്ങളിൽ വിശ്വസിച്ചിട്ട് ആ ദാനങ്ങൾ ലഭിച്ചതിന് ശേഷം ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഇഷ്ടം പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല യോഹന്നാൻ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നിട്ട് ക്രിസ്തുവിന് ജീവിതത്തെ സമർപ്പിക്കുക. ക്രിസ്തുവിനോട് അനുരഞ്ജനമുള്ള, സമാധാനമുള്ള ജീവിതം നയിക്കുന്നതിന് ജീവിതത്തെ ക്രിസ്തുവിന് കൊടുക്കുക. ആ രീതിയിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. നാം താഴോട്ട് പഠിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. കേവലം ഒരു വിശ്വാസം എന്നതിനേക്കാൾ, കാര്യസാധ്യത്തിനുള്ള വിശ്വാസം എന്നതിനേക്കാൾ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള വിശ്വാസം എന്നതിനേക്കാൾ നിർവ്യാജമായ വിശ്വാസം, പൂർണ്ണമായ സമർപ്പണത്തിന്റെ വിശ്വാസം, അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. പിന്നെ ഈ സുവിശേഷത്തിൽ ഏറ്റവും കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് നിത്യജീവൻ എന്നുള്ളത്, എറ്റേണൽ ലൈഫ്. അത് ക്രിസ്തു നൽകുന്നു. അപ്പോൾ തന്നെ ആ നിത്യജീവന്റെ അവകാശികളായിരിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതാണ്. പ്രസന്റ് ജീവിതം, ഇപ്പോഴുള്ള ജീവിതം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതാണ്. സാധാരണ ജീവിതം എന്നതിനേക്കാൾ ഉപരി ഉദ്ദേശമുള്ള ജീവിതം, അർത്ഥമുള്ള ജീവിതം, ഒരു മിഷൻ, ഒരു ദൗത്യം ഏറ്റെടുത്ത ജീവിതം, ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൗത്യം ചെയ്യുന്നതിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ
ആ ജീവിതത്തിൽ എന്തുണ്ട്? യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ഒരു ഐക്യത. അപ്പോൾ തന്നെ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ഫ്രീഡം ഫ്രം സ്ലേവറി ടു സിൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് അതുപോലെ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള കൂട്ടായ്മ. അപ്പൊ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ക്രിസ്തുവിനോടുള്ള ഐക്യം, ഇത് എല്ലാം ഈ എറ്റേണൽ ലൈഫിനോടുള്ള ബന്ധത്തിൽ ഒരു ആൾക്ക് ലഭിക്കുന്നു. അതാണ് പറഞ്ഞ് വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി, അതിന്റെ അതിന്റെ ഒരു നല്ല സവിശേഷത, അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ജീവിതമാകുന്നു. ആ ജീവിതത്തിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്? യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ഒരു ഐക്യതയുള്ള ജീവിതമാകുന്നു. ഫ്രീഡം ഫ്രം സ്ലേവറി ടു സിൻ, പാവത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂട്ടായ്മയുള്ളവരായിട്ട് മാറുന്നു. നാലാമത്തെ കാര്യം, ഫീച്ചേഴ്സിൽ നാലാമത്തെ കാര്യം, മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആധികാരികമായ വിശദീകരണം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അത് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. അഞ്ചാമത്തത് ട്രൂത്ത്, സത്യം എന്താകുന്നു, ആരാണ് സത്യം തുടങ്ങിയ കാര്യങ്ങളും ഈ സത്യനമസ്കാരികളായിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് 7 എന്ന് പറയുന്ന നമ്പറാണ്. 7, അത് മുമ്പേ പറഞ്ഞല്ലോ, 7 അടയാളങ്ങൾ, 7 വെളിപ്പെടുത്തലുകൾ, 7 ഞാനാകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഈ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ചില പ്രത്യേക പദങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അതിനൊക്കെ വലിയ അർത്ഥം നമ്മുടെ ജീവിതവുമായിട്ടുണ്ട്. 1 ലൈറ്റ്, വെളിച്ചം. 2 ഫ്ലഷ്, ജഡം. 3 ലവ്, സ്നേഹം. 4 വിറ്റ്നസ്, സാക്ഷ്യം അല്ലെങ്കിൽ സാക്ഷിയാകുക. അടുത്തത് ലോകത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട്. ലോകം എന്ന് പറയുന്ന പദം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവിധ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ലോകമോ അവനെ അറിഞ്ഞില്ല തുടങ്ങിയ രീതിയിൽ, വിവിധ രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ റൂട്ട് വേർഡിലേക്ക് പോയി കോസ്മോസ് എന്ന് പറയുന്ന പദത്തിന്റെ വിവിധ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിച്ചാലേ കഴിയത്തുള്ളൂ. അതൊക്കെ ആ ഭാഗം വരുമ്പോൾ പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ആമുഖ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നാം പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമാണ്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള ഭാഗം, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു. അതുപോലെ തന്നെ 19 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗം പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. പിന്നെ 35 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗത്ത് ആദ്യ ശിഷ്യന്മാർ, ദ ഫസ്റ്റ് ഡിസൈപ്പിൾസ്, അവരെ തിരഞ്ഞെടുത്ത രീതിയും അവർക്കുണ്ടായ കമ്മിറ്റ്മെന്റും ക്രിസ്തുവിനോടുള്ള അവരുടെ അനുസരണവും യൂണിറ്റി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ ഭാഗത്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇതാണ് 1-ാം അധ്യായം. അപ്പൊ അടുത്ത ആഴ്ചയിൽ 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ പഠനം കാര്യമായിട്ട് ആരംഭിക്കും. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ സുവിശേഷം എന്താണ് എന്ന് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത്. അത് വലിയ അക്കാഡമിക്കൽ അല്ലെങ്കിൽ തിയോളജിക്കൽ ആർഗ്യുമെന്റ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന്
ഈ ബൈബിൾ ക്ലാസ്സിൽ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് സിമ്പിളായിട്ട് വിശ്വസിക്കുന്നതിന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സോഴ്സുകളിൽ നിന്നും ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ കാര്യമായിട്ട് 1-ാം അധ്യായം മുതൽ പഠിക്കാം. ദൈവം സഹായിക്കട്ടെ. വിശ്വസ്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഏവരെയും സൂക്ഷിക്കണേ. ഞങ്ങളുടെ വചനം പഠിച്ച് കൂടുതൽ അറിവുള്ളവരായി, കൂടുതൽ പ്രയോജനമുള്ളവരായി ജീവിക്കാൻ ദൈവം സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.